എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. 7-ാം അധ്യായം ജ്ഞാന വിജ്ഞാന യോഗം. ഭഗവാൻ തുടർന്ന് അർജുനനോട് പറയുകയാണ്, യോഗമായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല. മൂഢമായ ഈ ലോകം എന്നെ ജനനമില്ലാത്തവനും നാശമില്ലാത്തവനുമായി അറിയുന്നില്ല. അപ്പോ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ മായയാണ്. അപ്പൊ മായയിലുള്ള ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. അപ്പൊ ആളുകള് ഈ 3 ഗുണങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മായയിൽ അധിഷ്ഠിതമല്ലാത്ത ഭഗവാനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അവരെപ്പോഴും മായയിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് ഇങ്ങനെ അതിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മായ അതിക്രമിച്ചാൽ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭഗവാനെ കാണാനോ അറിയാനോ കഴിയില്ല. ഭഗവാന് ജനനമോ മരണമോ ഒന്നുമില്ല. ഭഗവാൻ ഒരിക്കലും നശിക്കില്ല. പക്ഷെ ഈ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ കഴിയില്ല. കാരണം അവര് ഈ മായയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത ആളുകൾ, മൂഢന്മാര് ഈ മായയില് അകപ്പെട്ടിട്ട് ഭഗവാൻ ജനനമില്ലാത്തവനും മരണമില്ലാത്തവനും ഒരിക്കലും നശിക്കാത്തവനുമാണെന്നും ഒന്നും അറിയില്ല എന്നാണ് ഭഗവാൻ പറയണത്. ഭഗവാൻ തുടർന്ന് അർജുനനോട് പറയുകയാണ്, ഹേ അർജുന, കഴിഞ്ഞു പോയവയും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവയുമായ ജീവികളെ ഞാൻ അറിയുന്നു. എന്നെ ആകട്ടെ ഒരുവനും അറിയുന്നില്ല. കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊക്കെ ആളുകളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും എന്തൊക്കെയാണോ ഇവിടുന്ന് ഇല്ലാതായി പോയിട്ടുള്ളത് അതും ഇപ്പൊ എന്തൊക്കെയാണോ ഉള്ളത് ഇനി എന്തൊക്കെയാണോ ഇവിടെ വരാൻ പോകുന്നത്, അങ്ങനെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ഭഗവാൻ അറിയാന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ മായയില് ബന്ധിതനല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ 3 ഗുണങ്ങൾക്കും അതീതനായത് കൊണ്ട് തന്നെ ഭഗവാൻ ഇതൊക്കെ അറിയാം. പിന്നെ ഇതെല്ലാം ഉത്ഭവിക്കുന്നതും ലയിക്കുന്നതും ഒക്കെയും ഭഗവാനിൽ നിന്നാണ്. പക്ഷെ എന്നെ ഒരുത്തരം അറിയാൻ കഴിയില്ല. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. ഭഗവാന്റെ ആദ്യവും ഭഗവാന്റെ അന്തവും ഒന്നും, ഭഗവാൻ എങ്ങനെയാണ്, സ്വരൂപം എന്താണ്, ഒന്നും ആർക്കും അറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ തുടർന്ന് അർജുനനോട് പറയുകയാണ്, ശത്രുതപനായ അർജുന, സൃഷ്ടികാലത്ത് തന്നെ രാഗദ്വേഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന മോഹത്താൽ എല്ലാ ജീവികളും മൗഢ്യത്തെ പ്രാപിക്കുന്നു. അപ്പോ ജനിക്കുമ്പം തന്നെ എല്ലാ ജീവികളും മോഹത്തില് അധിഷ്ഠിതരായിട്ടാണ് ജന്മം കൊള്ളണത്. കാരണം പൂർവ്വജന്മ വാസന അവരിൽ ഉണ്ടാവും. എന്തൊക്കെയാണ് അവരവിടെ നേടിയിട്ടുള്ളത് അതൊക്കെ കൊണ്ടാണ് നമ്മൾ തിരിച്ചും ഇവിടെയൊക്കെ വരുന്നത്. അപ്പം ഈ വാസന കൊണ്ട് തന്നെ നമുക്ക് സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്നത്, എന്തൊക്കെയാണോ നമ്മൾ നേടിയിട്ടുള്ളത്, അപ്പൊ ആ മോഹം നമ്മളിൽ പിന്നെയും ഉണ്ടാവും. അത് തീരണില്ല. അപ്പൊ അതോടുകൂടി നമ്മൾ ജനിക്കുമ്പം തന്നെ നമ്മളിൽ പിന്നെയും ഈ മോഹത്തിന്റെ ആ അംശമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അവിവേകത്തോടു കൂടിയിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിയില്ല, ഭഗവാനെ തിരിച്ചറിയാൻ കഴിയില്ല. മോഹത്തിൽ നമ്മൾ അകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ ആഗ്രഹമാണ്, അത് വേണം ഇത് വേണം. അപ്പൊ നമ്മളത് കൂട്ടി കൊടുക്കുകയും ചെയ്യും. കരയാതിരുന്ന അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിൽക്കും. അല്ലെങ്കിൽ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞാല് കരച്ചിൽ നിൽക്കും. എന്തുകൊണ്ടാണ്? അവിടെ മോഹമാണ് വരുന്നത്. അത് പിന്നെ വളരും തോറും കൂടി വരും. അപ്പം ജനിക്കുമ്പോൾ തന്നെ ഈ മോഹത്തില് അധിഷ്ഠിതരായിട്ടാണ് എല്ലാ ജീവികളും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. ഭഗവാൻ തുടരുകയാണ്, എന്നാൽ പുണ്യകർമാക്കളായ യാതൊരു ജനങ്ങളുടെ പാപം നശിച്ചിരിക്കുന്നുവോ അവർ സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ നിന്നുണ്ടാകുന്ന മോഹത്തിൽ നിന്ന് മുക്തരായി ദൃഢവ്രതരായി എന്നെ ഭജിക്കുന്നു. അപ്പം ഈ പാപം ഇല്ലാണ്ടാവണമെങ്കിൽ, ഈ മോഹത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഈ മോഹത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ പുണ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. അപ്പം ഒട്ടും സ്വാർത്ഥതയില്ലാണ്ട്, അവന് അതിൽ ഒരു ലാഭേച്ഛ ഉണ്ടാവാൻ പാടില്ല,
ഒരു കാര്യവും ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ആളുകളുടെ പാപം ഇല്ലാണ്ടാവുന്നു. എന്നുവെച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ് ഈ പാപം. അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മനസ്സ് നിർമ്മലമാവണു. അതിൽ കൂടി നമ്മളുടെ പാപവാസനകളൊക്കെ അകന്നിട്ട് ആള് ശുദ്ധനായി തീരുന്നു. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ സുഖവും വേണ്ട, ദുഃഖവും വേണ്ട, ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകള് പിന്നെ ദൃഢവ്രതരായിട്ടാണ് അവർ ഭഗവാനെ ഭജിക്കുന്നത്. പിന്നെ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി. അപ്പം അതൊരു ദൃഢമായിട്ടുള്ളൊരു പ്രതിജ്ഞയാണ്, ഒരു വ്രതം തന്നെയാണ്, ഒരു തപസ്യാണ്. അപ്പൊ അങ്ങനെ പോണ ആളുകൾക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും ഭജിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും ഭജിക്കാൻ കഴിയില്ല. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, യാതൊരുവർ ജരാമരണമുക്തിക്കായി എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവർ ആ ബ്രഹ്മത്തെയും പൂർണ്ണമായും ആധ്യാത്മത്തെയും എല്ലാ കർമ്മങ്ങളെയും അറിയുന്നു. ആരാണോ ഇവിടെ ഇനി ജനനവും മരണവും ഒന്നും വേണ്ട, മുക്തി മാത്രം മതി, മോക്ഷത്തിലേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ച് ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനെ തന്നെ മുറുക്കി പിടിച്ച് ആരാണോ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ ബ്രഹ്മം എന്താണ്, പരബ്രഹ്മം എന്താണ് എന്നതിനെ കുറിച്ചും ശരീരത്തില് ഒളിഞ്ഞിരിക്കുന്ന ആത്മാവിനെ കുറിച്ചും, ഇതൊരു വലിയ രഹസ്യമാണ്, എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ആളുകൾ അതിനെ അറിയാണ്ട് ശരീരമാണ് ഞാൻ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക ചെയ്യണത്. അപ്പൊ ആ ഒളിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ചും പൂർണ്ണമായിട്ടും പിന്നെ എല്ലാ കർമ്മങ്ങളെയും, ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്താലാണ് എനിക്ക് ഇവിടുന്ന് മോചനം ലഭിക്കുക, കാരണം കർമ്മങ്ങളാണ് നമ്മളെപ്പോഴും ഇവിടെ തളച്ചിടുന്നത്, ബന്ധിപ്പിക്കുന്നത് കർമ്മമാണ്. അപ്പൊ ഇനി ഞാൻ ബന്ധനത്തിൽ ഏർപ്പെടാതിരിക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഒക്കെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും തന്നെ മോചനം വേണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, എന്നെ അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നിവയോടുകൂടി ആരറിയുന്നുവോ അവർ മരണസമയത്തും കൂടി എന്നെ അറിയുന്നു. അപ്പൊ അധിഭൂതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ പരബ്രഹ്മമാണ്, നാമരൂപമായിട്ടുള്ള ഈ ജഗത്ത്. എന്തൊക്കെയാണോ ഈ ജഗത്തിലുള്ളത് എല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ആ ബ്രഹ്മത്തെ കുറിച്ചും പിന്നെ അധിദൈവം എന്ന് പറഞ്ഞാല് ഈ ഉള്ളിലുള്ള ശരീരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആത്മാവ്, അത് തന്നെയാണ് അധിദൈവം, ഈശ്വര ചൈതന്യം. അപ്പൊ അതിനെയും അധിയജ്ഞം, ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും അതിനൊക്കെ അനുമതി നൽകുന്നത് ഈ ഒളിച്ചിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. അപ്പം അതിനെയും ആ യജ്ഞം, നമ്മൾ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും ഈശ്വരാനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെയും അനുമതി നൽകുന്നതും അതിനൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പം ഈ മൂന്നും ആരാണോ വിശദമായി അറിയണത് അവർക്ക് മരണസമയത്തും ഭഗവാനെ അറിയാൻ കഴിയുന്നാണ് പറയണത്. അപ്പൊ മരിക്കാൻ പോകുമ്പോൾ പേടി ഉണ്ടാവില്ല. സാധാരണക്കാർക്ക് മരിക്കുമ്പോൾ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല. ഈ ലോകത്തിൽ നിന്ന് മോചിതരായിട്ട് പരബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പോവാണ്, ഭഗവാനിലേക്കാണ് പ്രാപിക്കാൻ പോണത്. അപ്പൊ സന്തോഷത്തോടു കൂടി അവരതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, ഭയമില്ല അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഭഗവാനെ മുഴുവനായിട്ട് അറിയാണ് ചെയ്യണത്. നാമരൂപമായ ജഗത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ, എല്ലാ കർമ്മങ്ങളെയും ഇതിന്റെ ഒക്കെ ഭോക്താവും പ്രഭുവും ഒക്കെ ഭഗവാൻ തന്നെയാണ്. പിന്നെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അതിനൊക്കെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാല് മരണസമയത്ത് അവർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നതാണ് ഭഗവാൻ പറയണത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.